ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. വീണ വിപിനോടൊപ്പം നന്നായി ജീവിക്കുന്നുണ്ടല്ലോ. എന്നും ഇങ്ങനെ വേണം മോളെ. കുടുംബമാണ് നമ്മുടെ ശക്തി. നമ്മുടെ വേറെ ഏത് നേട്ടവും അതിന് പുറകിലേ വരൂ. പറയുന്നത് കേൾക്ക് മക്കളെ. ഓണമായിട്ട് എനിക്ക് നിങ്ങൾ സദ്യ എത്തിച്ചല്ലോ, വിളമ്പി തന്നല്ലോ. പിന്നെന്താ എന്റെ ഈ ഇലയെടുത്ത് കളയുന്നത് നിങ്ങൾ നിൽക്കണോ? ആ നിങ്ങൾ ചെല്ലേ. അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ. നിങ്ങൾ വൈകുന്നേരം ഇറങ്ങുമ്പോ ഇങ്ങോട്ടോടി വാ. നിത്യ, എന്നാ നമുക്കിറങ്ങിയാലോ? പായസം കഴിക്കണം കേട്ടോ. കഴിക്കും. കൊണ്ടുവന്നത് മുഴുവനും കഴിച്ചു തീർന്നോളാം. എന്താ ഈ ഓണത്തിന് എന്താ ചെയ്തതെന്ന് മനസ്സിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ മനസ്സ് നിറച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവം കാണുന്നുണ്ടാവും. ആ ശരി, വെക്കോ. ചെല്ലു മോളെ. നമുക്കിറങ്ങാം. കല്യാണിക്കുട്ടി, നമുക്ക് ചോറ് കഴിക്കണ്ടേ? ചെറുതായി പിള്ളേരാണ് കൊഞ്ചം പോതും. സദ്യവട്ടങ്ങളൊക്കെ ഭയങ്കര വിപുലമാണല്ലോ. ഹരിയുടെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ അല്പം പ്രതിസന്ധിയിലായതുകൊണ്ട് ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടോ. കൃഷിയുടെ കാര്യമൊക്കെ പ്രതിസന്ധിയിലാണ് വിപിൻ. പക്ഷേ ഈ ഓണം കെങ്കേമമായിട്ട് ആഘോഷിക്കണമെന്ന് ഞങ്ങൾ എല്ലാരും കൂടി എടുത്തൊരു തീരുമാനം. പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരില്ലേ വിപിൻ? അത് മറികടക്കാമെന്ന് നമ്മൾ എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചാൽ എളുപ്പമല്ലേ? സുജാതെ, ഇവിടെ ഇപ്പോ രഘുവിന്റെ ഒരു കുറവും കൂടെ ഉണ്ട്. എന്ത് ചെയ്യാനാ രാമകൃഷ്ണേട്ടാ? അടുത്ത തവണയാവട്ടെ. നമുക്കെല്ലാവർക്കും കൂടി രഘുവേട്ടന്റെ കൂടെ ഇതിലും കേമുമായിട്ട് ഓണം കൂടണം. അതെ. ഇനി വിളമ്പിയതൊക്കെ മതി, എല്ലാവർക്കും കൂടെ കഴിക്കാം. വാ ഇരിക്കേ. വീണേ, അമ്മാവിന്റെ അടുത്തേക്കിരുന്നു. കഴിക്കാം. ഹരി സാർ, ഇപ്പൊ എല്ലാ വിഷമവും പോച്ച്. എല്ലാരും തിരുമ്പി വന്നാച്ച്. ഇതുതാൻ ശരിയാന ഓണം ഇല്ലയാ? ഓണത്തിന്റെ സങ്കല്പം തന്നെ അതാടാ ശരവണ. എല്ലാവരുടെയും സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് ഇനി വരാൻ പോകുന്ന ഒരു നല്ല കാലത്തിന് വേണ്ടി എല്ലാരും കൂടിയിരുന്ന് കളിച്ചും ചിരിച്ചും ഇതുപോലെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പൊ കഴിക്കെല്ലാരും. മോളെ, നീ കഴിക്കുന്നില്ലേ? കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓണസദ്യ കഴിക്കാനിരിക്കുമ്പോ വീണയ്ക്കൊരു പതിവുണ്ട്. അവൾ അതിനാ കാത്തിരിക്കുന്നത്. അമ്മാവ, എന്തിനാ മടിച്ചിരിക്കുന്നേ?
ആന്റി. ഇത്രേ ഉള്ളൂ. വലിയ വലിയ വൈരാഗ്യങ്ങളും വിഷമങ്ങളും ഒക്കെ നല്ലൊരു വാക്കുകൊണ്ട് തീരും, നല്ലൊരു പ്രവൃത്തി കൊണ്ട് തീരും. എനിക്കിത് മനസ്സിലായി ആന്റി. ഇനി ഒരിക്കലും മോൾ അച്ഛനെ വേദനിപ്പിക്കരുത്. രാമകൃഷ്ണേട്ടൻ ഒരു പാവം മനുഷ്യന്, സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. വീണ, നമ്മൾ തമ്മില് പലപ്പോഴും സംസാരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വീണയെ തല്ലേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം മറന്നു കളഞ്ഞ കൂട്ടത്തില് അതും മറക്കാൻ പറ്റില്ലേ? എന്റെ പ്രവൃത്തികൾ എന്തായിരുന്നു എന്ന് എനിക്കറിയാം. അതൊന്നും ആർക്കും പൊറുക്കാൻ പറ്റാത്തതായിരുന്നല്ലോ. അതൊക്കെ പോട്ടെ നിത്യേ. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. വീണ വിപിനോടൊപ്പം നന്നായി ജീവിക്കുന്നുണ്ടല്ലോ. എന്നും ഇങ്ങനെ വേണം മോളെ. കുടുംബമാണ് നമ്മുടെ ശക്തി. നമ്മുടെ വേറെ ഏത് നേട്ടവും അതിന് പുറകിലേ വരൂ. എനിക്ക് മനസ്സിലായി ആന്റി. വീണ ഇനി എപ്പോഴും ഇങ്ങോട്ട് വരണം. വിപിനെയും കല്യാണിയും കൂട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. അത് വീണയുടെ അച്ഛനും മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യ. നമുക്കൊരു കാര്യം ചെയ്യാം. രഘുവേട്ടൻ തിരിച്ചു വന്നിട്ട് ഒരു ദിവസം ഇവരെ ഇങ്ങോട്ട് വിളിക്കാം. അന്ന് ജ്യോതിയോടും മനുവിനോടും ഒക്കെ വരാൻ പറയാം. അപ്പൊ പിന്നെ നമ്മുടെ കുടുംബം പൂർണ്ണമായല്ലോ. അപ്പോഴും കുടുംബം പൂർണ്ണമാകില്ലല്ലോ ആന്റി. ഒരാള് കൂടിയില്ലേ, ജീവൻ.